ആഗ്രഹങ്ങൾ പേറി നടക്കുമ്പം ഒരുപക്ഷെ അറിയപ്പെടാത്തവരെക്കാൾ കൂടുതൽ അറിയപ്പെടുന്നവരായിരിക്കും. എന്നാൽ അറിയപ്പെടുന്ന ഒരു കലാകാരനെ പരിചയപ്പെടുത്താം. ദുബായിലുള്ളവർക്ക് സുപരിചിതനായ സഫ്വാൻ. സ്വാഗതം. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിന്നിട്ട കുറേ കാലങ്ങൾ, കൗമാരം, ബാല്യം, കലാലയ ജീവിതം എല്ലാം തൊട്ടുപോകുന്ന ഒരു ഇമോഷണൽ ഫീലിങ്സാണ് ഈ പാട്ടിനകത്ത്. അന്ന് പെയ്തൊഴിഞ്ഞ മഴയിൽ ഇളം കാറ്റ് വീശും കടവിൽ ഓളം തഴുകണ കൽപ്പടവുകൾ കഥകളേറെ ചൊല്ലി എൻ്റെ ബാല്യമേറെ ചൊല്ലി. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു മലയാള സിനിമയിൽ ഒരു നടനാവാനുള്ള സാധ്യതകൾ ഉണ്ടോ? അപ്പം ജീവിതത്തിൽ ഒരുപാട് കലാപരമായിട്ട് സ്വപ്നങ്ങൾ പേറി നടക്കുന്ന ഒരു കലാകാരനാണ്. നമ്മുടെ ഉള്ളിലും ഏതൊരു കലാകാരനായാലും അയാൾ എത്ര സാഹചര്യത്തിൽ പോയാലും അവൻ്റെ ഉള്ളിൽ ആ ഫയർ ഉണ്ടാവും. ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ ആണെങ്കിൽ ഈ ഒരു ഫീൽഡിൽ അറിയപ്പെടണം, ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നൊക്കെ ചിന്തിച്ചിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എന്നും ആഗ്രഹിച്ചത് നല്ലൊരു എഴുത്തുകാരനാണ്. പ്രണയം നല്ലോണം ഉണ്ട്, വിരഹമുണ്ട്. നഷ്ടപ്പെടലുകളാണോ ഈ പാഠ്യത്തിലേക്ക് എത്തിച്ചത്? നിങ്ങളുടെ അന്നത്തെ ആ ഒരു കാമുകിയായിട്ടുള്ള അവരാണ് നിങ്ങളിലുള്ള കലാകാരനെ പുറത്തെത്തിച്ചത്. അങ്ങനെയും പറയാം. അതിനുശേഷം ഞാൻ ഒരുപാട് പാട്ടുകൾ എഴുതാൻ തുടങ്ങി. അതെൻ്റെ ഉമ്മച്ചി എനിക്ക് ഓർക്കണം, അന്ന് ടൈപ്പ് റെക്കോർഡറാണ്. അപ്പോൾ നമ്മൾ ഓരോ വരികളും അത് റിവൈൻഡ് ചെയ്ത് ഇപ്പോൾ എഴുതും. കാരണം അത് മൊയിൻകുട്ടി വചന പാട്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഷ്ടമാണ് അത് എഴുതാൻ. അപ്പോൾ പുള്ളിക്കാരത്തി അത് എഴുതി എന്നെ പാട്ട് പഠിപ്പിച്ചതാണ്. മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കളാൽ കറിവേപ്പിലയാകുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ മുന്നിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരുപാട് പുതുമുഖങ്ങളായ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന, പാടാൻ ആഗ്രഹിക്കുന്ന, സംഗീത സംവിധാനത്തിൽ താല്പര്യമുള്ള, സിനിമയിൽ പാടാൻ ആഗ്രഹിക്കുന്ന, വേദികൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പാട്ടുകാർ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ആഗ്രഹങ്ങൾ പേറി നടക്കുമ്പം ഒരുപക്ഷെ അറിയപ്പെടാത്തവരെക്കാൾ കൂടുതൽ അറിയപ്പെടുന്നവരായിരിക്കും. എന്നാൽ അറിയപ്പെടുന്ന ഒരു കലാകാരനെ പരിചയപ്പെടുത്താം. ദുബായിലുള്ളവർക്ക് സുപരിചിതനായ സഫ്വാൻ. സ്വാഗതം. താങ്ക് യു സോ മച്ച്. എന്താ സഫ്വാൻജി വിശേഷം? അൽഹംദുലില്ലാ, സുഖമായിരിക്കുന്നു. ഗാലറി വിഷൻ്റെ ക്യാമ്പിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതെ. അന്ന് ഒരുപാട് ഗസ്റ്റുകളുടെ കൂട്ടത്തിലൊരു പാട്ട് പാടി. അതെ, ശരിക്കും നമ്മൾ ഞെട്ടിച്ച്. അൽഹംദുലില്ലാ. ആ പാട്ട് രണ്ടുപേര് പാടിയിട്ട് നമുക്ക് ബാക്കി കഥ തുടങ്ങാം. ആയിക്കോട്ടെ, തുടങ്ങും. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിന്നിട്ട കുറേ കാലങ്ങൾ, കൗമാരം, ബാല്യം, കലാലയ ജീവിതം എല്ലാം തൊട്ടുപോകുന്ന ഒരു ഇമോഷണൽ ഫീലിങ്സാണ് ഈ പാട്ടിനകത്തുള്ളത്. അപ്പോൾ അത് 2 വരി പാടാം. അന്ന് പെയ്തൊഴിഞ്ഞ മഴയിൽ ഇളം കാറ്റ് വീശും കടവിൽ ഓളം തഴുകണ കൽപ്പടവുകൾ കഥകളേറെ ചൊല്ലി എൻ്റെ ബാല്യമേറെ ചൊല്ലി. അന്ന് പെയ്തൊഴിഞ്ഞ മഴയിൽ ഇളം കാറ്റ് വീശും കടവിൽ ഓളം തഴുകണ കൽപ്പടവുകൾ കഥകളേറെ ചൊല്ലി എൻ്റെ ബാല്യമേറെ ചൊല്ലി. അന്ന് കല്ലു സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കുകയാണ് ചെയ്തത്. അതെ അല്ലേ? നിങ്ങൾ മുഖത്തന്ന് ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഈ പാട്ട് പിന്നെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഈ പാട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചതും സഫ്വാൻ തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു മലയാള സിനിമയിൽ ഒരു നടനാവാനുള്ള സാധ്യതകൾ ഉണ്ടോ? നിങ്ങളൊരു ലുക്കും സ്റ്റൈലും വെച്ചിട്ട്. ആഗ്രഹങ്ങളില്ലേ? ആക്ച്വലി പാട്ട് എന്ന് പറയുന്നത് ഏതൊരു പാട്ട് എഴുതുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റോറി ബോർഡിലാണ് ഞാൻ പാട്ട് എഴുതിയ സഫ്വാനാണ്. അതെ, പാടിയത് മ്യൂസിക് ചെയ്തതും ഞാൻ തന്നെയാണ്. അതിൻ്റെ വലിയ ഒരു അത്ഭുത പ്രതിഭയാണ്. കാരണം ദുബായിൽ ഇങ്ങനെ ഒരു കലാകാരനെ ഗാലറി വിഷൻ്റെ ക്യാമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് ഡയറക്റ്റ് ചെയ്തതും ഞാനാണ്. ആ വിഷ്വലല്ലേ? അപ്പം ജീവിതത്തിൽ ഒരുപാട് കലാപരമായിട്ട് സ്വപ്നങ്ങൾ പേറി നടക്കുന്ന ഒരു കലാകാരനാണ്. പക്ഷെ നിങ്ങൾ എത്തിപ്പെട്ട പ്ലാറ്റ്ഫോം എന്തായാലും സെറ്റാണ്.
താങ്ക് യു. അത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ പാട്ടുകൾ ഞാൻ 2000 എഴുതി തുടങ്ങിയതാണ് പാട്ടുകൾ. പക്ഷേ 2000 എഴുതിയിട്ട് ആ പാട്ട് ഫസ്റ്റ് ഒരു ആൽബം വന്നു, പലവട്ടം എന്ന് പറഞ്ഞൊരു ട്രാക്ക്. പക്ഷെ അതിനൊരു കറക്റ്റായിട്ട് എനിക്കത് പിച്ച് ചെയ്യാൻ പറ്റിയില്ല. മാർക്കറ്റിംഗ് ഫീൽഡ് എനിക്കതറിയില്ല. പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ പല തിരക്കുകളുമായിട്ട് പിന്നെ അതുമായിട്ട് ജലാൽ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വിട്ടു നിൽക്കുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കലാകാരൻ്റെ ഉള്ളിൽ ആ ഫയർ എപ്പോഴും അവിടെ ഉണ്ടാവും. ജലാൽ ഭായി തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് ഞാനും ആ സമയത്താണ് മനസ്സിലാക്കുന്നത്. കാരണം അന്ന് ആ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ദിൽഹെ ഫാത്തിമൊക്കെ വന്നത്. പിന്നെ പെട്ടെന്നൊരു വലിയൊരു ബാക്ക് അടിച്ച് പിന്നെ ഒരു പൂർവാധിക ശക്തിയോട് കൂടി ആക്ച്വലി താങ്കൾ മാറി നിൽക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഓഡിയൻസ് നിങ്ങളെ കൊണ്ടുവന്നു വീണ്ടും പുറത്തേക്ക് അവിടെ കൊണ്ടുവരുമ്പോഴും നിങ്ങളുടെ അകത്തൊരു ഇൻബോൺ കലാകാരൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്, ആ ഫയർ ഉള്ളതുകൊണ്ട് തന്നെയാണ് തിരിച്ചുകൊടുത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഏതൊരു കലാകാരനായാലും അയാൾ എത്ര സാഹചര്യത്തിൽ പോയാലും അവൻ്റെ ഉള്ളിൽ ആ ഫയർ ഉണ്ടാവും, ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ ആണെങ്കിൽ അല്ലേ. അപ്പോൾ അതുപോലെ എൻ്റെ ശ്രമങ്ങളാണ് സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ജോലിയിൽ നിൽക്കെ അതിൽ നിന്ന് പോരാത്ത ഒരുപാട് ആവശ്യങ്ങളും സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിൽ എന്തുണ്ട് എന്ന് സ്വയം ഉള്ളിലോട്ട് ചിന്തിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ മനുഷ്യന്മാർക്ക് വരും. അവിടെയാണ് ഞാൻ എന്നെ ചോക്കുമലയിൽ താമസിച്ച് ചോക്ക് തേടിപ്പോയ ഒരാളുടെ കഥ ഒരു സിനിമയിൽ പ്രതിപാദിക്കുന്നത് കണ്ട്. ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്. സിനിമകൾ തന്നെയാണ് ഇപ്പോൾ സിനിമ എന്ന സബ്ജക്റ്റാണ് ചോദിച്ചെങ്കിൽ കൂടി സിനിമകൾ തന്നെയാണ് എന്നെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതും ഈ പാട്ട് പരിപാടിയിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഞാനത് പലപ്പോഴും പറയാറുണ്ട്, എങ്ങനെ ഇതിലേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ 2000 ഇറങ്ങിയ ജയരാജ് സംവിധാനം ചെയ്ത മിലേനിയം സ്റ്റാർസ് എന്ന് പറയുന്ന സിനിമയാണ്. യെസ്. അപ്പോൾ അതിനകത്തു നിന്നൊരു ആൾക്കാർ ഒരു ഏത് സ്റ്റേജിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരായാലും അവൻ്റെ കയ്യിൽ കലയുണ്ടെങ്കിൽ സംഗീതമുണ്ടെങ്കിൽ അവൻ എവിടെ എത്തും. അത് പാട്ട് തന്നെ ആവണമെന്നില്ല. സോ എൻ്റെ ഉള്ളിൽ ഞാൻ എന്നോട് ചോദിച്ചു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കയ്യിൽ എന്തുണ്ട്. സോ അങ്ങനെ നിന്നാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചതും അത് സംഗീതം ചെയ്ത് പാട്ടി നോക്കി ആൾക്കാർക്ക് കേൾപ്പിച്ച് നോക്കി ഫൈനലി ഐ മീൻ ഫ്രണ്ട് ഓഫ് യു. 2000 കലാകാരനാവണം, കലാസൃഷ്ടികൾ ഉണ്ടാക്കിയെടുക്കണം, ഈ ഒരു ഫീൽഡിൽ അറിയപ്പെടണം, ഈ മേഖലയിലേക്ക് കടന്നു വരണം എന്നൊക്കെ ചിന്തിച്ചിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും 25 കൊല്ലത്തിന് ശേഷം നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു 25% നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒരുവിധം തീർച്ചയായിട്ടും. കാരണം അതിൽ പാട്ടെഴുത്ത്, പിന്നെ സംഗീതം, ആലാപനം, അതിനപ്പുറത്തേക്ക് എഴുത്തുകാരൻ കൂടിയാണ്. സിനിമ സ്വപ്നം കാണുന്ന എല്ലാവരെയും പോലെ സിനിമ സ്വപ്നം കാണുന്ന ഒരാളാണ് നിങ്ങൾ. പിന്നെ സത്യത്തിൽ നിങ്ങളാവാൻ ആഗ്രഹിച്ചത് പാട്ടുകാരനാണോ അല്ലെങ്കിൽ മ്യൂസീഷ്യനാണോ, ലിറിക്സ് റൈറ്ററാണോ? ഞാൻ എന്നും ആഗ്രഹിച്ചത് നല്ലൊരു എഴുത്തുകാരനാണ്. സത്യത്തിൽ എഴുത്തിനോളം വലിയ ഒരു ആശയങ്ങൾ കൺവേ ചെയ്യാനും അത് അഭിനയത്തിൻ്റെ സ്റ്റേജിലേക്ക് എത്തണമെങ്കിലും അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് എഴുത്ത് തന്നെയാണ്. ഒരു പാട്ട് ഒരു കോമൺ ഒരാൾ കേൾക്കുമ്പോൾ അതിൻ്റെ പ്രൈമറി സ്റ്റേജ് ആയ ആ പാട്ടിൻ്റെ എഴുത്താണ്. ഇന്ന് പലരും എന്താ പറയുക, മ്യൂസിക് ആദ്യം ചെയ്യും എന്നിട്ട് അതിനനുസരിച്ച് എഴുതാറുണ്ട്, വാട്ട് എവർ. അതിൻ്റെ ആ ഒരു പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്, അതിൻ്റെ സോൾ എന്ന് പറയുന്നത് ലിറിക്സ് തന്നെയാണ്. ഇന്നും പഴയ ഗാനങ്ങൾ എവർഗ്രീനായിട്ട് എല്ലാവരുടെ മനസ്സിലുള്ളത് ആ വരികളുടെ എഴുത്തിൻ്റെ ഓരോ വാക്കുകളുടെയും പവറാണ്. സോ എനിക്കൊന്നും പ്രിയപ്പെട്ടത് എഴുത്ത് തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു പാട്ട് കേൾക്കുകയാണ്, നിങ്ങൾ എഴുതിയൊരു പാട്ട് ഞാൻ കേൾക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും എൻ്റെ ഭാവനയിലാണ് അത് പിക്ചർ ചെയ്യുക, കാണാം. അപ്പം അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ? അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയൊരു വാല്യൂ ആണ്. ആദ്യമായിട്ട് എഴുതിയത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്. പലവട്ടം ഞാൻ കണ്ട രാവിൻ കിനാക്കളിൽ പെണ്ണെ നീ മാത്രമായിരുന്നു, ഏകാന്തരാവിൽ ഞാൻ നിന്നെ മോഹിച്ച പ്രണയം നീ ഒന്നറിഞ്ഞിടുമോ. പ്രണയം നല്ലോണം ഉണ്ട്, വിരഹമുണ്ട്. ഓഫ് കോഴ്സ്. നഷ്ടപ്പെടലുകളാണോ ഈ പാട്ടെഴുത്തിലേക്ക് എത്തിച്ചത്? ആക്ച്വലി അന്ന് ആ പാട്ട് എഴുതുമ്പോൾ എനിക്ക് പ്രണയത്തിനുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. കാരണം ഞാൻ ആ പാട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് കോളേജിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രണയത്തിൻ്റെ അവസ്ഥകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നു. അപ്പോഴും എൻ്റെ ഒരു പ്രണയമായിട്ടും ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു.
അങ്ങനെ അത് ഫൈനൽ ഇയർ ആയപ്പോഴാണ് അത് പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായത്. ദെൻ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നു. ഒബ്വിയസ്ലി എല്ലാ പേരൻസിനും അതിൻ്റെതായ കൺസേൺസ് ഉണ്ട്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ അള്ളാൻ്റെ സഹായം കൊണ്ട് ഇന്ന് എൻ്റെ 2 മക്കളുടെ ഉമ്മറ്റ് വീട്ടിലുണ്ട്. അൽഹംദുലില്ലാ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഏത് പരാജയത്തിലും നമ്മളെ കൂടെ നമുക്ക് താങ്ങായിട്ട് ഇപ്പം ഇന്നും ഞാൻ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ അത് പറഞ്ഞ് സംസാരിച്ചു. വൈഫിന്റെ പേരെന്താ? ഫീനിയർ എന്ന് പറയുന്ന ഫീനിയർ എന്ന് പറയുന്ന സഫാന്റെ പ്രിയപ്പെട്ട വൈഫെ, നിങ്ങളാണ് ഈ കലാകാരനെ കണ്ടെത്തിയതും ഈ കലാകാരൻ ഈ ഒരു മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പേനയെടുപ്പിച്ചതും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മൊത്തത്തിലുള്ള കോംപ്ലിമെൻറ്റ് നിങ്ങൾക്കാണ്. ഇത് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ അതിൻ്റെ ഷെയർ വാങ്ങിക്കൊള്ളി. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതല്ല നിങ്ങൾ പറഞ്ഞത്. മീൻസ് അത് വേറെ സാധാരണ നമുക്ക് നഷ്ടപ്പെടുന്നൊരു പ്രണയം, അതിൻ്റെ പേരിൽ നമ്മൾ പാട്ടുകൾ എഴുതുന്നതാണ്. ഇത് പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സും തന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ആ ഒരു കാമുകിയായിട്ടുള്ള അവരാണ് നിങ്ങളിലുള്ള കലാകാരനെ പുറത്തെത്തിച്ച്. ഓഫ് കോഴ്സ് അങ്ങനെയും പറയാം. അതിനുശേഷം ഞാൻ ഒരുപാട് പാട്ടുകൾ എഴുതാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ നമുക്ക് വരുമ്പോഴും ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന ഫാക്ടർ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഉമ്മമാർ. അപ്പോൾ ഉമ്മ എന്നെ ഏറ്റവും ആദ്യം സ്റ്റേജിലേക്ക് ഒരു പാട്ട് പാടാനായിട്ട് എന്നെ പ്രാപ്തനാക്കുന്നതും എനിക്ക് പാട്ട് പഠിപ്പിച്ച് തന്നത് എൻ്റെ ഉമ്മച്ചിയാണ്. ചെറുപ്പത്തിൽ മദ്രസകളിലൊക്കെ പാടുന്ന സമയത്ത് ഫസ്റ്റ് മദ്രസയിൽ പാടി പാട്ട് പാടാൻ പറ്റും. വിഹായസിൻ വിരിമാറിൽ എന്ന് പാടി പറയണ്ട. വിഹായസിൻ വിരിമാറിൽ, എനിക്ക് എൻ്റെ ലിറിക്സ് കൃത്യമായിട്ട് നല്ല രസമുള്ള പാട്ടാണ്, കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ്. എങ്ങനെങ്കിലും ഓർത്തെടുത്തൊരു 4 വരി. പക്ഷെ അതല്ലാതെ പിന്നീട് എനിക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടി മദ്രസകളിൽ ഞാൻ മത്സരത്തിന് പോയിട്ട് പാടിയ. അതെൻ്റെ ഉമ്മച്ചി എനിക്ക് ഓർക്കണം, അന്ന് ടൈപ്പ് റെക്കോർഡറാണ്. അപ്പോൾ നമ്മൾ ഓരോ വരികളും അത് റിവൈൻഡ് ചെയ്ത് എഴുതും. കാരണം അത് മൊയിൻകുട്ടി വചന പാട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഷ്ടമാണ് അത് എഴുതാൻ. അപ്പോൾ പുള്ളിക്കാരത്തി അത് എഴുതി എന്നെ പാട്ട് പഠിപ്പിച്ചതാണ് മുത്തു മുഹമ്മദ് എന്ന് പറയുന്നത്. ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. പാടാം. മുത്തു മുഹമ്മദ് മുസ്തഫ ത്വാഹ തൻ്റെ പദവികൾ മെത്തവറുത്തവരായ സ്വഹാബികളാം ബദരീങ്ങളെ, മുന്തിയ ദീനിന് ചന്തമതൂട്ടാനായി ചുടുചോര ചിന്തിയ മുത്തുടെ മാതിരി ഒത്തവരാം ശുഹദാക്കളെ. മത്തിരമായി ഇതരം ശത്രുവിഭാഗം അതെത്തി പതർപ്പടമുറ്റത്ത്, മന്നന തന്ന ബുജാഹിൽ മുന്നണി നിന്നിടെ മുപ്പർ സ്ഥാനത്ത്, കത്തിശരംഗത കെട്ടാരം ഇത് തത്തിരമായുധമേറ്റത്തിൽ, കൈകളുമായവരോടു ജിഹാദവർ ചെയ്യുവതിനുള്ളൂറ്റത്തിൽ, മാതി മാതിച്ചവർ വെട്ടി കൂതി കൂതി ചാണി തട്ടി, ചുണ്ണൂറ്റത്തരയും ദൊരു കേമ 313 മഹാമ അങ്കിങ്കും പൊങ്കും ഈ പഞ്ചക സ്വർഗക്കണി ഗംഗേമ തിരികിട മന്ദിരതങ്ങളിൽ കൊണ്ട് മലങ്കൃത. എനിക്ക് ശരിക്കും പാട്ട് നിങ്ങൾ സ്റ്റേജ് പാടണം കേട്ടോ. കാരണം ഇന്ന് ഇപ്പം ആളുകളൊക്കെ പഴയ പാട്ടുകൾ വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം ഒരുപാട് എന്താ പറയുക തുടക്കിട്ട് കഴിഞ്ഞാണ്. തീർച്ചയായിട്ടും ഇപ്പം ഇറങ്ങുന്ന പാട്ടുകൾ സിനിമ ആണെങ്കിലും അല്ലാതെ തന്നെ ഇറക്കുന്ന പാട്ടുകളും ആളുകൾ ഇഷ്ടപ്പെടുന്നൊക്കെ പഴയ പാട്ടുകളാണ്. ഈ പാടിയപ്പോൾ അതിനകത്തൊരു ചേല് തോന്നി. ഓഫ് കോഴ്സ്. അല്ലാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ പാട്ടിലൂടെയാണ്, അങ്ങനെയൊക്കെയുള്ള പാട്ടിലൂടെയാണ് ഞാൻ പാട്ട് പാടാനുള്ള ഒരു ഇഷ്ടം എനിക്ക് ഡെവലപ്പ് ചെയ്തു. ഞാൻ ഒരിക്കലും പാട്ട് പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉമ്മച്ചി ഇങ്ങനെ പഠിപ്പിച്ചു തന്ന ഞാൻ ആ പാട്ടുകൾ പാടിത്തുടങ്ങി. പിന്നീട് സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കോളേജിൽ പോയി. കോളേജിൽ D-Zone ഇൻ്റർസോണിൽ വരെ ഞാൻ സ്റ്റേറ്റിൽ എനിക്ക് വിന്നർ ആവാൻ പറ്റി. ഞങ്ങൾ 3 പേരും 3 ബോയ്സും 3 ഗേൾസും ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റി. അത് ഞങ്ങൾ അങ്ങനെ അന്ന് സ്റ്റേറ്റ് വിന്നറായി. നമുക്ക് അന്നതുപോലെ ചിങ്കപ്പുലി ഹാലിദർ എന്ന് പറഞ്ഞ ചിങ്കപ്പുലി ഹാലിദരും ദുരയാണ്ണിയരും പുനമുത്ത സഹാബോർ ചില ചാവറ് കൊള്ളയടിത്ത് തകർത്ത് മുറിത്തിടവേ കുഫാറുകളും ചേർന്നിടവേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പാട്ടുകളുണ്ട് നമുക്കങ്ങനെ. അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഏത് സദസ്സിലും നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റിയ പാട്ടുകളാണ്. അതിലൂടെയൊക്കെ ആ പാട്ടുകൾ പാടുന്ന സമയത്ത് നമുക്ക് പാട്ടിനോടുള്ള ഇഷ്ടം വന്നപ്പോൾ നമുക്കങ്ങനെ എഴുതാനുള്ളൊരാഗ്രഹം തോന്നി. അങ്ങനെ എഴുതി തുടങ്ങി. എഴുതിയ ഫസ്റ്റ് പാട്ടാണ് ഈ പറഞ്ഞ പലവട്ടം എന്ന് പറഞ്ഞ പാട്ട്. എൻ്റെ മുന്നിലിരിക്കുന്നത് സഫാൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, പാട്ടുകാരൻ, മ്യൂസീഷ്യൻ, അതിലുപരി ദുബായിൽ കുറച്ച് ആളുകൾ തിരിച്ചറിയുന്ന എന്നാൽ പാട്ടുകാരനായിട്ട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി.
പാട്ട് പാടുന്നതിന് മുൻപ്, പാട്ടുകാരനായിട്ട് അറിയപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് അടുത്ത് പാടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ പാടൂക്കാരനാണ്. ഇവിടെ വർക്ക് ചെയ്യണം. ദുബായിൽ എന്താണ്? ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ട് വർക്ക് എത്ര വർഷമായി? ഞാൻ 2005 മുതൽ 3-4 സ്ഥലങ്ങളിലായിട്ട്, ഇപ്പോൾ ഖത്തറിലുണ്ടായിരുന്നു, ഒമാനിലുണ്ടായിരുന്നു, അബുദാബി, ദുബായ്. അപ്പോൾ ഏകദേശം 20 വർഷത്തോളമായി. ഇത്രയും ഈ 20 വർഷത്തിനിടയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നത്. കാരണം നിങ്ങൾ പാടിയിട്ടുള്ള പാട്ട് 150-ൽ പരം പ്ലാറ്റ്ഫോമുകളിൽ, ഇന്നിപ്പോൾ അറിയാമല്ലോ ഒരു പാട്ട്, അതെ അതെ, ഒരുപാട് ആളുകളുടെ പാട്ട് പുറലോകം കാണാതിരിക്കുമ്പം നിങ്ങളെ പാട്ട് ഇന്ന് ദുനിയാവിൻ്റെ ഏത് അറ്റത്തിരുന്ന് ഫോണിലെടുത്ത് സെർച്ച് ചെയ്താലും കിട്ടും. അവിടെയാണ് ഞാൻ ഗാലറി വിഷനെ നെഞ്ചോട് ചേർത്തത്. കാരണം ഞാനിവിടെ വരുമ്പം ഷറഫ് ഭായിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നു, ഷഹബാസിനെ മീറ്റ് ചെയ്യുന്നു. അവരുടെ മുന്നിൽ ഞാൻ ജസ്റ്റ് എൻ്റെ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. ഇതാണ് എന്നെ ഫസ്റ്റ് ഇങ്ങോട്ട്, ഇങ്ങനെ ഒരാളുണ്ട് ഷറഫ് ഭായ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്ന സലീമാണ്, സലീം കൊടത്തൂരാണ്. അപ്പോൾ പുള്ളിയാണ് എന്നെ ഇതിലോട്ട് ആദ്യം എനിക്ക് എൻ്റെ വഴി കാണിച്ചു തന്നത്. ഞാനിവിടെ വന്നു, അത് ഞാൻ എവിടെയും ഞാൻ പറയും. കാരണം ഈ അന്ന് പെയ്തൊഴിഞ്ഞ മഴയിൽ എന്ന് പറഞ്ഞ ആ വീഡിയോ കണ്ടിട്ട് പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ടു, ഈ വർക്ക് നല്ല വർക്കാണ്, പക്ഷേ ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം, നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഷറഫ് ഭായ് വന്നിട്ടുണ്ട്, ഒന്ന് പോയി കാണുന്നു. അങ്ങനെ ഞാൻ അവിടെ വന്നു, പുള്ളിയെ കണ്ടു. പുള്ളി അത് റിലീസ്ഡായ വർക്കുകൾ ഗാലറി സാധാരണ എടുക്കാറില്ല. പക്ഷേ നമ്മൾ വന്ന് ജെന്യുവിനായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. കാരണം ബാക്കിയുള്ള മാർക്കറ്റിംഗ് കമ്പനികൾ അവരാരും മോശക്കാരായിട്ടല്ല, പക്ഷെ അവർ റിലീസ്ഡ് ആണെങ്കിൽ പിന്നെ അവർ അത് അവർക്ക് എടുക്കില്ല. പക്ഷെ റിലീസ്ഡ് ആയ വർക്ക് പോലും എനിക്ക് ബൈ എടുത്തിട്ട് എൻ്റെ മൗനമേ എന്ന് പറഞ്ഞ ട്രാക്കും അന്ന് പെയ്തൊഴിഞ്ഞ മഴയിലും പുള്ളി എടുത്തു. അതെനിക്ക് പുള്ളി തന്നെ അത് ഞാൻ ചെയ്ത വീഡിയോ തന്നെ പുള്ളി എടുത്തിട്ട് അത് ഗാലറി വിഷയിലൂടെ പിച്ച് ചെയ്തു. അതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ 2-3 വർക്കുകൾ പുതിയത് വന്നു, ഹസ്ബി അല്ല എന്നുള്ളത് വന്നു, ഗാസ വന്നു, ഗാസ സോങ്, അതൊക്കെ ഞാൻ ഗാലറി വിഷൻ മുഖാന്തരമാണ് ചെയ്തത്. ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പാട്ടുകൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ വൈറലാകുമ്പോൾ മില്യൺ കണക്കിന് പാട്ടുകളൊക്കെ ഇന്ന് പല പ്ലാറ്റ്ഫോമിലും എന്താ പറയുക ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ്. അവിടെ ഫേമസ് അല്ലാത്ത, എന്നാൽ ആളുകൾക്ക് സുപരിചിതനല്ലാത്തൊരു കലാകാരൻ ഗാലറി വിഷൻ മ്യൂസിക് കമ്പനിയിൽ വന്നിട്ട് പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പം അദ്ദേഹത്തിന് നൽകിയ ആ വലിയ ഒരു സ്ഥാനം, അംഗീകാരം, ഒരു ചെറിയ കലാകാരനെ എങ്ങനെയാണ് എന്താ പറയുക നമ്മുടെ നാട്ടുകാർക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരു മീഡിയയ്ക്ക് മുന്നിൽ എങ്ങനെ പരിചയപ്പെടുത്തുക എന്നുള്ളതിൽ വർഷങ്ങൾക്ക് മുൻപേ ഗാലറി വിഷൻ തുടക്കം കുറിച്ചിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഷറഫ് ആൽബം മേഖലയിൽ തന്നെ ഒരുപാട് ആളുകളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നവരാണ്. അത് അഭിനേതാക്കളാണെങ്കിലും മ്യൂസിക് ചെയ്യുന്നവരാണെങ്കിലും പാട്ട് പാടുന്നവരാണെങ്കിലും ഒക്കെ. ഞാനൊക്കെ പണ്ടത്തെ ഷർഫുവിൻ്റെ കൂട്ടുകെട്ടിലുള്ള ഒരു വ്യക്തിയാണ് പല രീതിയിലും. ഞാൻ ഇറക്കിയിട്ടുള്ള ദിലിയ ഫാത്തിമ, പ്രേമം, ദിലിയ ഷാഫി, കരിമിഴി എന്ന് പറഞ്ഞ വർക്കൊക്കെ ഷർഫ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം അന്നേ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, പുതിയ കലാകാരന്മാരെ കലാലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള അതിൻ്റെ ഒരു തെളിവാണ് സഫാൻ. തീർച്ചയായിട്ടും. കാരണം ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നതൊക്കെ അറിയപ്പെടുന്നവരാണ്. പക്ഷേ ഈ അറിയപ്പെടുന്നവരൊക്കെ പണ്ട് അറിയപ്പെടാത്തവരാണ്. അപ്പോൾ ഇന്ന് അറിയപ്പെടാത്തവർ നാളെ അറിയപ്പെടുന്നവരാകും. തീർച്ചയായിട്ടും അതിലൊരു ഭാഗമായിട്ട് സഫാൻ മാറും. കാരണം സഫാൻ്റെ കയ്യിൽ ഒരുപാട് കലാപരമായിട്ട് കുറേ സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ നടനാവണമെന്നല്ല. ആവട്ടെ, ആവുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് ഗാലറി വിഷനിൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു, ഇപ്പോൾ ഷഹബാസ് ആണെങ്കിലും ഇപ്പോൾ അവിടെ മറ്റേ എറണാകുളത്തുള്ള ഓഫീസിലുള്ള ഓരോ ടീമും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ പുള്ളി അവരപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യും. ടീം വർക്കാണ് അത് പറയണം. ഞാൻ അനുഭവിച്ച സത്യമാണ് ഞാൻ പറയുന്നത്. സോ ഐ ഹോപ്പ് വി ക്യാൻ ഡു ബെസ്റ്റ് ഇൻഷാല്ലാ. അങ്ങനെ നമുക്ക് ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആരും ഇന്ന് വരെ ഒറ്റയ്ക്ക് വഴിവെറ്റി വന്നതെന്നും പറയാൻ നമുക്ക് പറ്റില്ല. വന്നവരുണ്ടാവാം, പക്ഷേ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും സപ്പോർട്ടുകൾ ആവശ്യമാണ്, ഒരു ടീമിൻ്റെ സപ്പോർട്ട് ആവശ്യം. അങ്ങനെ തന്നെയാണ് അവർ കയറി വരുന്നത്. പണ്ട് അത് ഇല്ലാതിരുന്നൊരു സംഭവമാണ്. ഇന്ന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. ഒരു മ്യൂസിക് കമ്പനിയുടെ അടുത്ത് നമ്മൾ ഒരു പാട്ട് കൊടുത്തിട്ട് അത് ടോട്ടലി റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാട്ടുകാരനോ കലാകാരനോ പറ്റൂല. അതിൽ എല്ലാം കൊണ്ടും ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളുമായിട്ട് കണക്ഷനും പിന്നെ പാട്ടുകൾ വളരെ സിമ്പിൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു പാട്ട് റിലീസ് ചെയ്യാമെന്ന് രാത്രി അയച്ചു കൊടുത്താൽ നാളെ രാവിലെ എനിക്ക് കുറേ പ്ലാറ്റ്ഫോമിൽ വന്നതായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം പണ്ടത്തെ CD കാസറ്റ് കാലഘട്ടമല്ല, അതിനേക്കാളൊക്കെ എത്രയോ ദൂരത്താണ്. സഫാൻ ഭായിനെ ഈ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഒരു കാര്യം നമുക്ക് തുറന്നു പറയാൻ പറ്റും. വരാനിരിക്കുന്ന കഴിവുള്ള
നല്ല കലാകാരന്മാർക്ക് തീർച്ചയായിട്ടും ദുബായിലും നാട്ടിലും ഒരുപാട് അവസരങ്ങൾ കൊടുക്കുമെന്ന് പറയുകയല്ല, അത് കാണിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് സഫാൻ ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കണത്. അത് ശരിക്കും ബോധ്യപ്പെട്ടില്ലേ? തീർച്ചയായിട്ടും ഒരുപാട്. അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇനിയും വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കും, ചിന്തകൾ കൂടും. കാരണം നമ്മൾ അറിയപ്പെടുന്നത് പണ്ടൊരു കാസറ്റ് നമ്മുടെ വീട്ടുകാർക്ക് കൊടുത്താൽ അവർ മാത്രമേ കേൾക്കുള്ളൂ. പക്ഷെ ഇന്നൊരു രാത്രി കൊണ്ട് നമ്മളൊരു കമ്പനിക്ക്, ഗാലറി വിഷൻ എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പനിക്ക് പാട്ട് കൊടുത്താൽ അത് വൈഡായിട്ട് റിലീസ് ചെയ്യണം. നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ കേൾക്കാത്ത അറിയാത്ത പ്ലാറ്റ്ഫോംസിൽ എൻ്റെ പാട്ടുകളുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തന്നെ. ശരിക്കും നമ്മളൊരു ഗൂഗിളിൽ നമ്മളൊന്ന് അടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ എടുത്ത വർക്കിന്, നമ്മളെടുക്കുന്ന ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നമ്മൾ കാണപ്പെടുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്കുള്ള ഒരു എനർജിയാണ്. സഫാൻ ഭായി, നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കലാകാരനുണ്ട്, എഴുത്തുകാരനുണ്ട്, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള നല്ല രസമുള്ളൊരു വോയിസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സംവിധായകനുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ തുടക്കത്തിൽ നമ്മളെ ലൈഫിൽ നമുക്കൊരു തെളിവായിട്ട് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിട്ടായിരിക്കും അത് തോന്നുക. അത് എപ്പോഴാണ് കണ്ടെത്തിയത് സഫാൻ എന്ന് പറയുന്ന കലാകാരൻ? അത് കോളേജ് കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ എഴുതി തുടങ്ങി, ആർട്ടിക്കിൾസൊക്കെ എഴുതി തുടങ്ങി. ഞാൻ എഴുതിയൊരു ഫസ്റ്റ് ഒരു പുസ്തകമുണ്ട്, ഇന്ന് വരെ ഞാൻ ആരോടും പറയാത്തൊരു പുസ്തകമുണ്ട്. കാലം പറഞ്ഞ കഥ. അന്ന് എഴുതിയതാണ്. മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കളാൽ കറിവേപ്പിലയാകുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ മുന്നിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ലൈക്ക് നമ്മൾ പറയും, നമ്മൾ വളരെ അഭിമാനത്തോടു കൂടെ പറയും, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരുപാട് അറിവ് സമ്പാദിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഓഫ് കോഴ്സ് നമ്മളതിൽ അഭിമാനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. തീർച്ചയായും നമ്മൾക്കുള്ള ലിറ്ററസി എന്ന് പറയുന്നത് അതില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ വിലയൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. പക്ഷേ അതേ നാട്ടിൽ തന്നെ ഒരുപാട് സ്നേഹ മന്ദിരങ്ങൾ പൊങ്ങുന്നുണ്ട് അല്ലേ? ഒരുപാട് അഭയാർത്ഥികൾ ഇതുപോലെ അമ്മ അച്ഛൻ ഒക്കെ ആയിട്ട് അവർ ഭാരമായിട്ട് വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് അവരെ നോക്കാൻ ഏൽപ്പിക്കുന്ന മക്കളെ ഒരു തലമുറ നമ്മൾ കാണുന്നുണ്ട്. അതിനാണ് ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റാണ് ഞാൻ എഴുതിയത്. മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കളാൽ കറിവേപ്പിലയായിപ്പോയ ഒരു അച്ഛൻ്റെ നോവാണ്. അച്ഛൻ അതിനകത്ത് അയാളുടെ ഗ്യാങ്ങിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അന്ന് എഴുതി തുടങ്ങിയത്. അന്ന് ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തു. കാലം പറഞ്ഞ കഥ എന്നാണ് എൻ്റെ ടൈറ്റിൽ. അങ്ങനെയാണ് എനിക്ക് എഴുതാൻ കഴിയുന്നു എന്നൊരു ചിന്തനിലേക്ക് വന്നത്. പിന്നീട് ഞാൻ ഒരു പുസ്തകം ഒന്നും ആൾക്കാർ പെട്ടെന്ന് വായിക്കാനൊന്നും എളുപ്പം നിൽക്കിട്ടില്ല, പക്ഷെ ഒരു പാട്ടാണെങ്കിൽ പെട്ടെന്ന് കേൾക്കും. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഫസ്റ്റ് ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള, ഒബ്വിയസ്ലി നമുക്കൊരുപാട് കൂട്ടുകാരന്മാരുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോയി തുടങ്ങുമല്ലോ, അങ്ങനെ ഫസ്റ്റ് ഒരാൾ ഗൾഫിലേക്ക് പോകണം. എൻ്റെ ഫ്രണ്ട് മുസ്തഫ എന്ന് പറയും. പുള്ളിക്കാരൻ പോകുമ്പോൾ എൻ്റെ അന്നെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വോയേജർ എന്ന് പറഞ്ഞ ടാറ്റയുടെ ഒരു വണ്ടിയുണ്ട്, അതിനകത്ത് ഞങ്ങൾ ഗ്യാങ് മൊത്തം പോകണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പാട്ട് പാടി, ഇങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പാട്ട് പാടിയപ്പോൾ അന്നൊരു ആൽബം എന്ന് പറയുന്നത് നിനക്കായി ഒരു സിസ്റ്റർ ആൻഡ് ബ്രദർ ചെയ്തിട്ടുള്ളൊരു വർക്ക് ഉണ്ടായിരുന്നു. ഐ ആം ഇൻ ലവ് ഒരു പാട്ടില്ലേ, ആ പാട്ട് അങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പലവട്ടം എന്നുള്ള പാട്ട് പാടുന്നത്. അങ്ങനെയാണ് പാട്ടുകൾ എഴുതാൻ ആ ഗ്യാങ് എൻ്റെ അടുത്ത് പറഞ്ഞു, ആടാ ഓക്കെയാണ്, കുഴപ്പമില്ല, നീ എഴുത്. അങ്ങനെയാണ് നമ്മൾ അന്ന് കോളേജിൽ ഒരു കഥ എഴുതി, പിന്നെ അതിനുശേഷം പിന്നെ പാട്ടിലേക്ക് കടന്നു. വർഷങ്ങൾക്ക് മുൻപാണത്. അന്നത്തെ സഫാൻ ഓക്കെയാണ്. ഇന്നത്തെ 25 വർഷത്തിന് ശേഷം സഫാൻ എന്ന് പറയുന്ന നിങ്ങളിൽ കണ്ടെത്തിയ കലാകാരൻ എവിടെ നിൽക്കണം എന്നറിയാം. കലാകാരൻ എന്നതിലുപരി നമ്മൾ പിന്നിട്ട് 25 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസുകളുണ്ടാവും, പല സാഹചര്യങ്ങളുണ്ടാവും. കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ പലപ്പോഴും തകർന്ന് വീണിട്ടുണ്ട്. കോവിഡ് സമയത്ത് ഉയർന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻസ്, അവരുടെ തലയിൽ വരച്ച വരകൾ പോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വീഴ്ചകളിലൂടെ വന്നുപോയ ആളാണ്. എനിക്ക് ഒരു വീഴ്ച കഴിഞ്ഞ് അടുത്ത വീഴ്ച, ഒരു വീഴ്ച അതിൽ നിന്ന് കയറുമ്പോഴേക്കും ഇടുത്തി പോലെ അടുത്തത്. ദാറ്റ് മീൻസ് ബാക്ക് ടു ബാക്ക് ഫെയിലിയേഴ്സ് മാത്രം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പോലും ചിന്തിച്ചു പോയ അവസ്ഥയുണ്ടായി. നാളെ ഓർക്കണം, നാളെ ഒരു ദിവസം
നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ടി വരുന്ന ആ ദിവസത്തെ പെയിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ച് ചിലപ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നാൽ മനസ്സിലാവും. അവിടെ പതറി ഇടറി നിന്ന സമയത്താണ് ഇനി നമ്മൾ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും എന്നൊരു സീന് വരുമ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും എഴുതാൻ തുടങ്ങിയതും പാട്ടുകൾ വരാൻ തുടങ്ങിയതും. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് മെസ്സേജസുകൾ വരുമ്പോൾ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വർക്കുകൾ അപ്ഗ്രേഡായി പോകുന്നുണ്ടെന്നുള്ള ഒരുപാട് ഫീഡ്ബാക്സുകൾ നമുക്ക് കിട്ടുമ്പോൾ അത് ഓരോ മെസ്സേജും നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡു സംതിങ് ബെറ്റർ അല്ലേ. നമുക്ക് അത് നമ്മുടെ എഫേർട്ടിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും. ഇപ്പം ഇന്ന് ഒരുപാട് പാട്ടുകൾ ഇറങ്ങി. ഇപ്പം ഇന്ന് അഴകെ എന്ന് പറയുന്നൊരു ട്രാക്ക് ഇന്ന് ഫൈനലാണ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഹസ്ബി അല്ല എന്ന് പറയുന്ന ട്രാക്ക് ഇവിടെ ഗാലറി വിഷൻ മുഖാന്തരം നമ്മൾ റിലീസ് ചെയ്തു, ഓഡിയോ റിലീസ് ചെയ്തു. ഈ ന്യൂ ഇയറിന് ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ റിലീസ് ഉണ്ടാകും. അപ്പോൾ ദാറ്റ് മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മൈൽ സ്റ്റോൺ ഞാൻ പിന്നിടുമ്പോൾ എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ചെങ്കിലും ഞാൻ നേടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേടാനുണ്ടെങ്കിലും കൂടി കുറച്ചെങ്കിലും നമുക്ക് ആ നേടാനുള്ളതിനുള്ള ഇന്ധനമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതാ എൻ്റെ വർക്ക് എന്നെ ചോദിച്ചില്ലേ, ഇപ്പം നിൽക്കുന്ന സഫ്വാൻ എനിക്ക് ധൈര്യമായിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ വർക്ക് ഇതാണ് ഞാൻ. കൂടുതൽ അഭിസംബോധനങ്ങളൊന്നും ഇല്ലാതെ കൂടുതൽ വിവരിക്കേണ്ടി വരാറില്ല. ഇപ്പോൾ അവർക്ക് എൻ്റെ പാട്ടുകൾ കാണാം, അതിലൂടെ എന്നെ മനസ്സിലാക്കാം. അതൊരു ഏറ്റവും വലിയ അംഗീകാരമായിട്ടും ഞാനിപ്പം നേടിയിട്ടുള്ളത് അത് മാത്രമാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിങ്ങൾ ആലോചിച്ചിരുന്ന സമയത്ത്, നിങ്ങൾ പറഞ്ഞ സമയത്ത് ആ വിഷ്വൽ കാണാം. കാരണം ഒട്ടുമിക്ക ആളുകളും ജീവിതത്തിൽ പല രീതിയിലും താഴ്ന്നിട്ടും പൊന്തിയിട്ടൊക്കെ പല സമയത്തും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആ പറയുന്ന സമയത്ത് നിങ്ങളെ കണ്ണ് നല്ലോണം നിറഞ്ഞിട്ടുണ്ട്, വിതുമ്പിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ രണ്ടാമത് ജീവിക്കണം, ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിപ്പിച്ചത് നിങ്ങളെ ഉള്ളിലുള്ള കലാകാരനാണ്. ഓഫ് കോഴ്സ്, പാട്ടുകളിലൂടെ, എഴുത്തുകളിലൂടെ, അല്ലെ സംഗീതത്തിലൂടെ. ഒന്നുറപ്പാണ് സഫ്വാൻ ഭായ്, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി എഴുതും, അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള പാട്ടുകാർക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നിങ്ങൾ. ഈ 25 കൊല്ലത്തെ നിങ്ങളുടെ യാത്ര, നിങ്ങളിൽ കണ്ടെത്തിയ കലാകാരൻ അത് ചെറുതൊന്നുമല്ല, ബിഗ്ഗാ, സെറ്റാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം. നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും കഴിവുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമ്മൾ എത്തി നമുക്ക് ബോധ്യം വന്നാൽ ഉറപ്പിച്ചോളി നമ്മൾ രക്ഷപ്പെടാനുള്ളവരാണ്. കാരണം ഇനി അത് പറയുമ്പോഴും വേറൊരു കാര്യം കൂടി ഞാൻ പറയണം. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് കടപ്പാട് എന്ന് പറയുന്നത് നന്ദി എന്ന വാക്കിൽ ഒതുക്കാൻ പറ്റാതെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഉമ്മ, ഓഫ് കോഴ്സ് പേരൻസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ മാമമാർ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു മാമമാരെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. അവരെന്നെ ചേർത്ത് പിടിച്ചത് തന്നെ നിർത്തിയത്. പിന്നെ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാം ശരിയാവൂടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കസിൻ ഉണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു. എല്ലാവരും അവർ ചേർത്ത് നിർത്തിയിട്ടുള്ളതാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. സോ നമ്മൾ ഇത്രയും ഇങ്ങോട്ട് കടന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ പിടിച്ചു നിർത്തിയ ആൾക്കാർക്ക് അവർക്ക് ഉപകാരപ്പെടുന്നവനായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അത് അവരാരും മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതല്ല. അവർക്കൊരു തകർച്ച വന്നാലും ഇനി അവർ സന്തോഷത്തിലാണെങ്കിലും എന്നാൽ കഴിയുന്നത് അവർക്ക് വേണ്ടി ചെയ്താലാണ് ഞാനെന്ന മനുഷ്യൻ പൂർണ്ണമാവുള്ളൂ. അതാണ് എൻ്റെ ആഗ്രഹം. അതിന് പടച്ചവനെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. 25 കൊല്ലം മുൻപ് കോളേജിൽ എഴുത്തിന് തുടക്കമിട്ട് എഴുതിയത് തന്നെ ഒരു എന്താ പറയുക, കാമുകി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് അത് ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് വന്ന് അതിൽ തന്നെ നിങ്ങൾ സക്സസ് ആണ്. അവിടെ മുതൽ നിങ്ങളിലുള്ള കലാകാരന് തുടക്കം കുറിച്ച്. അവിടെ ഒരു തിരുത്തുണ്ട്. അവിടെ എനിക്ക് അന്ന് കാമുകിയായിരുന്നില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എന്നിലുള്ള കുറവുകളും അല്ലെങ്കിൽ എനിക്ക് തിരുത്തേണ്ട അത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന എന്നെ പറഞ്ഞു തന്നിരുന്ന ഒരു ഗൈഡായിരുന്നു. ആ ഗൈഡിനെ ഞാൻ കൂടെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഫൈനൽ ഇയർ ആയപ്പോൾ മനസ്സിലായി, ഓക്കെ കൂടെ ഉണ്ടായാൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാളുകളാണ്. അതെ, അങ്ങനെ അല്ലാതെ ഒരു എന്താ പറയുക കാമുകായിട്ടുള്ള ഒരു പ്രണയം അഭ്യർത്ഥിക്കാനോ അല്ലെങ്കിൽ പ്രണയത്തെ കുറിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര പോലും നമ്മൾ തല കുനിച്ച് കൊടുക്കില്ല എന്നുള്ളതാണ് നിങ്ങളെ കാഴ്ചപ്പാട്. അല്ല, കാരണം കാമുകയല്ലേ കേട്ടോ. കാരണം നമുക്ക് കാമുകിനേക്കാൾ അപ്പുറം നമുക്ക് നമ്മളെ ഏത് വീഴ്ചകളിലും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മസുഹൃത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഞാൻ
ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫെയിലിയറായിട്ട് ഞാൻ ഒരുപാട് പരാജയങ്ങൾ വന്നിട്ടും നമ്മളെ കൂടെ അതേ ഗ്രിപ്പിൽ പിടിച്ച് നിൽക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ശരിയാവും, അതിനൊരു ഫയറുണ്ട്, ശരിയാവും എന്ന് നമ്മളോട് നമ്മളെ ഷോൾഡറിൽ തട്ടുന്ന ഒരാളുണ്ടെങ്കിൽ അതുപോലെ. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരത്തൊക്കെ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ ഉണ്ട്, ഓൺ സിസ്റ്റർ, അവരൊക്കെ എന്താ പറയുക, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് നിർത്തുന്ന ഒരു അവരുടെയൊക്കെ സപ്പോർട്ടിലാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ഞാൻ അന്ന് കണ്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മൾ നമ്പർ വാങ്ങി. പിന്നെ എനിക്ക് പാട്ട് അയച്ച് ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കേൾക്കില്ല, നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു മറുപടി ഞാൻ തരില്ല, ഞാനത് ആത്മാർത്ഥമായിട്ട് ഫ്രീ ഉള്ള സമയത്ത് എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ കേട്ടിട്ട് റീപ്ലൈ തരും എന്ന് പറഞ്ഞ് ഞാനത് ഇരുന്ന് തട്ടപ്പാതിരയ്ക്കാം. ഇവിടെ പിന്നെ രാത്രിയും പകലൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് രാത്രി ഇരുന്ന് അത് കേട്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ കറക്റ്റ് പറഞ്ഞ് എനിക്ക് വോയിസ് ഇഷ്ടപ്പെട്ട്, ലിറിക്ക് ഇഷ്ടപ്പെട്ട്, ടോട്ടലി ഇഷ്ടപ്പെട്ട്, വിഷ്വൽ മാത്രം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം പറയണമല്ലോ, ഞാനത് പറഞ്ഞു. പക്ഷേ നിങ്ങളെ വലിയ ഈ ഒരു സ്റ്റൈലിൻ്റെ ഉള്ളിൽ ചെറിയ മനസ്സും നല്ല എന്താ പറയുക ക്ലിയറാണ്, നേരെ തുറന്നു പറയുക, സ്നേഹം ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ടോ അങ്ങനെ തുറന്നിട്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും ആളുകൾ സപ്പോർട്ട് ചെയ്തതൊക്കെ. ഇനി ഞാൻ ചോദിക്കുന്നതാണ്, 25 കൊല്ലം മുൻപ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എഴുതുന്നു, കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല പാട്ട് പാടും, മ്യൂസിക് ചെയ്യും, ലിറിക്ക് ചെയ്യും, പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ കൈവശമുള്ള മ്യൂസിക് കമ്പനിയാണ് ഗാലറി വിഷൻ. ചെയ്ത പാട്ടുകളൊക്കെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള പാട്ടുകളാണ്. അതിൻ്റെ ഇടയിലേക്കാണ് നിങ്ങളെന്ന സെഫാൻ എന്ന് പറയുന്ന ഗായകൻ്റെ പാട്ട് വരുന്നത്, കലാകാരൻ്റെ പാട്ട് വരുന്നത്. ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കാണ്ടാണ് അല്ലേ? ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട്? ഒരിക്കലും നമ്മൾ പരിചയപ്പെടുന്ന പ്രതീക്ഷിച്ചില്ല, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ളവനാണ് പടച്ചവൻ. തീർച്ചയായിട്ടും നാളെ നിങ്ങൾ എന്താണ് എയിം ചെയ്യണത് അത് നിങ്ങളെ കൈവെള്ളയിൽ പടച്ചവൻ എത്തിച്ചേരും. അതിന് നിങ്ങളെപ്പോലത്തെ, നിങ്ങൾ പറഞ്ഞ പോലത്തെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ നല്ല ക്വാളിറ്റിയുള്ള മനസ്സും ചിന്താഗതി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വീണാലും എത്തേണ്ടടുത്ത് നമ്മൾ എത്തിയിരിക്കും. അത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ. ഞാൻ വിശ്വസിക്കുന്നതായില്ല. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരു കാര്യം കൂടി, ഈ ഇത് കാണുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒരുപാട് പരാജയങ്ങളെ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പരാജയപ്പെട്ടവർ മാത്രമേ ജീവിതത്തിൽ ജയിച്ചിട്ടുള്ളൂ. 100%. പരാജയങ്ങളുടെ കണ്ണുനീരിൻ്റെ ഉപ്പ് അത് രുചിച്ചവർ മാത്രമേ വിജയത്തിൻ്റെ ലക്ഷ്യങ്ങളും തേടി പിടിച്ച് അതിലൊരു വിജയം കാണുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു അവരുടെ ആത്മധൈര്യവും അവരുടെ സന്തോഷവും എല്ലാം അത് പടച്ചവൻ അവർക്ക് വേണ്ടി എഴുതപ്പെട്ടതൊരു ദിവസം ഉണ്ടാവും. അതുവരെ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഈ നിമിഷത്തിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സെക്കൻഡ്സുകളിലും ഓരോ സെക്കൻഡുകളിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന ഒരു അവസ്ഥകളുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ആ ഒരു ജയത്തിലേക്കുള്ള എൻ്റെ പ്രയാണമാണത്. അതിനകത്ത് ഉണ്ടാവുന്നതൊക്കെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവനാണെങ്കിൽ അവൻ സെറ്റായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ അഹങ്കാരം കാണിക്കാതെ എല്ലാവരെയും നമ്മൾ ഉൾക്കൊണ്ടാൽ, അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ചെറുതാവണം. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള കലാകാരൻ വളരുമില്ല, നശിക്കുകയുള്ളൂ. എവിടെ ഞാൻ എന്ന് പറയുന്നൊരു ബോധം എവിടെ തുടങ്ങിയോ അവൻ്റെ അവിടെ നാശം തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ പൊളിയും. അതെ അതെ. എല്ലാവരും ഉൾക്കൊള്ളുക, എല്ലാവരെയും അംഗീകരിക്കുക, എല്ലാവരുടെ കഴിവിനെയും നമ്മൾ ഉൾക്കൊണ്ടിട്ട് അത് അംഗീകരിച്ച് കഴിഞ്ഞ് എല്ലാവരുടെ വിജയത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം. ഏറ്റവും വിജയിക്കുമ്പോൾ എനിക്ക് എന്താ അത് കിട്ടാത്തത്, ആ കാഴ്ചപ്പാടാണെങ്കിൽ നമ്മൾ യഥാർത്ഥമായിട്ടുള്ളൊരു കലാകാരനാവില്ല. ഒരുപക്ഷെ നിങ്ങളിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളിലുള്ള നന്മകൾ, വിശാലമായി കിടക്കുന്ന നിങ്ങളുടെ മനസ്സ്, അതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളിലുള്ള കലാകാരനെ ഇവിടെ എത്തിച്ചത്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. കിട്ടാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം നിങ്ങൾ എത്തിപ്പെട്ടതും നിങ്ങൾ പരിചയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഇന്ന് കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ, ഒരുപാട് വർക്കുകൾ ഉണ്ടാവട്ടെ. സഫാൻ ഭായി, എനിക്ക് നിങ്ങളിലുള്ള ഒരു ഇഷ്ടം എന്താണെന്നറിയോ? ഒറ്റയ്ക്ക് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പാട്ടുകാരനും എഴുത്തുകാരനായിട്ട് ഈ ഫീൽഡിലേക്ക് വരണമെങ്കിൽ നടക്കണ കേസല്ല, വരാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് എന്താ പറയുക കാത്തിരുന്ന് ഈ ഒരു ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളൊരു കലാകാരനാണ്. അത് ഒരുപാട് കഴിവുകളുള്ള ആളാണ്. ഇങ്ങനെ വരുന്ന ആരെയും ഓൾറെഡി ഫീൽഡിലുള്ളവർ അക്സെപ്റ്റ് ചെയ്യൂല, ചവിട്ടി താഴ്ത്താനേ ശ്രമിക്കുള്ളൂ. പുതിയ ആളുകൾ വരുന്നവരൊക്കെ അത്രയും പ്രയാസം അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മിറാക്കിളൊക്കെ സംഭവിച്ചിട്ടായിരിക്കും വരാം. നിങ്ങൾ അക്കൂട്ടത്തിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്?
അതിലങ്ങനെ പറയുമ്പോൾ ഞാൻ കുറച്ച് പിന്നിലോട്ട് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പരാജയങ്ങളിൽ നിന്നാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. ഓക്കെ. ജീവിതം നമുക്ക് പലപ്പോഴും പല അൺഎക്സ്പെക്റ്റഡ് സ്റ്റോറീസും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സൊക്കെ നമുക്ക് തരും. അത് ചിലപ്പോൾ അവിചാരിതമായ സന്തോഷങ്ങൾ വരും. ആ സന്തോഷങ്ങൾ ചിലപ്പോൾ ഒരു കുമിളകളുടെ ആയുസ് ഉണ്ടാവുള്ളൂ. ട്രിപ്പ് പൊട്ടി ചിലപ്പോൾ വലിയ ആറ്റം ബോംബ് പോലെ സാധനം വരും. ബേസിക്കലി ഞാൻ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും കുന്നോളം സ്വപ്നം കാണുന്നൊരു മനുഷ്യനാണ്. അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ ഒരു ആഗ്രഹത്തിൻ്റെ പിന്നിൽ പോകും, അത് എത്താറാകുമ്പോൾ വീഴും. അങ്ങനെ കൂടെ കൂട്ടിയ പലർക്കും ഞാനൊരു ബാധ്യതയായി തുടങ്ങി. ഇവനെ കൊണ്ട് ഒന്നും ആവുകയില്ല, ഇവനെവിടെ എത്തുകയില്ല, ഇവനെ സഹായിച്ചിട്ടൊരു ഉപകാരമില്ല എന്ന് അത് മനസ്സിലാക്കുമ്പോൾ പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മൾ ഇട്ട് പോകുമ്പോൾ അപ്പോഴും ഇടാതെ പിടിച്ച ആൾക്കാരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പക്ഷെ ചില വാക്കുകൾ നമ്മളെ ഉള്ളിൽ ചില വേദന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകളായിരിക്കും. പക്ഷേ സഹായിച്ചവർക്കത് പറയാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും സഹായിക്കാത്തവരും അല്ലെങ്കിൽ ചിന്തിച്ച് കൂട്ടി ഊഹിച്ചുണ്ടാക്കി ബോംബുകൾ പൊട്ടിച്ച് അത് ചർച്ചയ്ക്ക് വെച്ച് ആ ചർച്ചകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വേദന എന്ന് പറയുന്നത്, ഒരാളുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത്, അതിൽ ഏൽക്കുന്ന മുറിവുകൾ വലുതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരു പച്ചയായ മനുഷ്യൻ്റെ ഉള്ളു വേവുക എന്ന് പറയില്ലേ, അത് ഭയങ്കര, അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, കലാകാരനാവണം തന്നെയല്ലേ ഏതൊരു മനുഷ്യനായാലും, പച്ചയായ മനുഷ്യനെ അവൻ്റെ ഉള്ളിലെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരാൾക്കാരിങ്ങനെ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത പരാജയങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും വേണം, ചേർത്ത് പിടിക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഓക്കെ ലെറ്റ് ഇറ്റ് ബി, അവന് അത് മുന്നോട്ട് പോകും, ആൾ ശരിയാവും എന്നുള്ള ഒരു വാക്കെങ്കിലും പറയാതെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, അതല്ലാതെ ഫെയ്റ്റായിട്ട് നമുക്ക് ദുർവിധി പോലെ വന്നു പോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നാളത്തെ ഒരു ദിവസം നമുക്കില്ല, ഇവിടെ കൊണ്ട് തീരുകയാണ് എന്ന് പറയുന്ന, മരണത്തെ മുന്നിൽ കാണുന്ന സാഹചര്യങ്ങൾ. നാളെ ഇനി ഒരു ദിവസം നമുക്കില്ല, ഇവിടെ തീരുകയാണ്, ഈ ഒരു ദിവസത്തിൽ ഞാൻ തീരുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥകളുണ്ടാവും. അവിടെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മുന്നിലോട്ട് വരും.